ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേറിൻ്റെ പുസ്തകമാണ് നാം വായിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഹാമാൻ എന്ന പേർഷ്യയിലെ ഭരണാധികാരി എപ്രകാരമാണ് യഹൂദരുടെ കൂട്ടക്കൊല നടത്താനായിട്ടുള്ള ഗൂഢാലോചന നടത്തിയത് എന്നും എപ്രകാരമാണ് അതിനുവേണ്ടിയുള്ള രാജശാസനം പുറപ്പെടുവിച്ചത് എന്നും യഹൂദരുടെ ജീവിതം തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നും നാം കണ്ടു കഴിഞ്ഞു. സത്യത്തിൽ ഇത് ഒരു പ്രവാസാനന്തര കാലത്തെ യഹൂദരുടെ കഥയാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പണ്ട് ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട യഹൂദർ താമസിക്കുമ്പോൾ അവരൊരു വിഭാഗം ജെറുസലേമിലേക്ക് യൂദയായിലേക്ക് തിരികെ വന്നു. പക്ഷേ ഒരു വിഭാഗം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ അവർ താമസിക്കുന്നതിനിടയിൽ പേർഷ്യൻ തലസ്ഥാനമായ സൂസായുമായി ബന്ധപ്പെട്ട് അവർ താമസിക്കുന്നതിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ദൈവിക പദ്ധതിയുടെ ഭാഗമെന്നോണം ഒരു യഹൂദ സ്ത്രീയായ എസ്തേർ പേർഷ്യൻ രാജാവായിരുന്ന അഹസ്വേരൂസിൻ്റെ രാജ്ഞി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അവൾ രാജ്ഞി പദത്തിലേക്ക് ഉയർത്തപ്പെട്ട് ഏതാനും നാൾ കഴിയുന്നതിന് മുൻപ് രാജാവിൻ്റെ തൊട്ടടുത്ത സ്ഥാനീയനായി കടന്നു വരുന്ന ഹാമാൻ എന്ന വ്യക്തി മൊർദെക്കായി എന്ന യഹൂദ വംശജനും രാജാവിൻ്റെ സേവകനുമായിരുന്ന വ്യക്തിയോടും യഹൂദരോടും മുഴുവനുള്ള വൈരാഗ്യം നിമിത്തം യഹൂദരെ കൂട്ടക്കൊല ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അതിനുള്ള രാജകീയ ശാസനം, വിളംബരം ഇതിനകം തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു. ഈ വിവരം അറിയുന്ന മൊർദെക്കായി വലിയ വിലാപത്തോടെ, നിലവിളികളോടെ, ചാക്കുടുത്ത് ചാരം പൂശി രാജകൊട്ടാരത്തിൻ്റെ അങ്കണം വരെ വലിയ നിലവിളികളോടെ കടന്നു ചെല്ലുകയാണ്. മൊർദെക്കായുടെ ലക്ഷ്യം, എന്തിനാണ് മൊർദെക്കായി ഇപ്രകാരം നിലവിളിക്കുന്നത്, വിലപിക്കുന്നത് എന്ന് എസ്തേർ ചോദിക്കണം. കാരണം എസ്തേർ ഇപ്പോൾ രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ്. രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ വിവരമൊന്നും എത്തിയിട്ടില്ല. എസ്തേറിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി കൂടിയാണ് മൊർദെക്കായി വലിയ നിലവിളികളോടെ രാജവീഥിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലാപത്തോടെ നടന്നു നീങ്ങിയത്. ഇത് എസ്തേറിൻ്റെ കണ്ണിൽപ്പെടുന്നു. എസ്തേർ ഇതറിയുന്നു. ഇതിനാൽ എസ്തേർ പര്യാകുലയായി തീരുകയാണ്. ഇപ്രകാരം പര്യാകുലയാകുന്ന, വ്യാകുല ചിത്തയാകുന്ന എസ്തേർ ഒരു ദൂതനെ അയച്ച് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ ശ്രമിക്കുന്ന ഭാഗമാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് വായിക്കാം. തോഴിമാരും ഷണ്ഠന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തേർ അത്യന്തം പര്യാകുലയായി. ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ
അവൾ മൊർദെഖായിക്ക് കൊടുത്തയച്ചു. പക്ഷേ അവൻ അത് സ്വീകരിച്ചില്ല. തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ ഒരുവനുമായ ഹഥാക്കിനെ വിളിച്ച് എസ്തേർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊർദെഖായിയുടെ അടുത്തേക്ക് അയച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലിന് മുൻപിൽ നഗരത്തിൻ്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മൊർദെഖായിയുടെ അടുത്തെത്തി. തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിൻ്റെ കണിശമായ സംഖ്യയും മൊർദെഖായി അവനോട് പറഞ്ഞു. തൻ്റെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് എസ്തേർ തൻ്റെ ബന്ധു കൂടിയായ വളർത്തുപിതാവ് കൂടിയായ മൊർദെഖായിയുടെ വിലാപത്തിൻ്റെ വാർത്ത കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് മൊർദെഖായി ചാക്കുവസ്ത്രവും അണിഞ്ഞ് വലിയ വിലാപത്തോടെ ഈ രാജവീതിയിലൂടെ നടക്കുന്നത് എന്ന് എസ്തേറിന് ഇപ്പോഴും അറിയില്ല. മൊർദെഖായിയുടെ വിലാപത്തിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും എസ്തേറിന് അജ്ഞാതമാണ്. എന്നാൽ അവൾക്ക് പ്രിയപ്പെട്ട വളർത്തുപിതാവ് മൊർദെഖായി വിലാപ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന വിവരം അവൾ അറിഞ്ഞു. അതിനാൽ അവൾ ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ നല്ല വസ്ത്രങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് മൊർദെഖായിക്ക് ദൂതൻ വശം കൊടുത്തയക്കുകയാണ്. പക്ഷേ മൊർദെഖായി ഈ വസ്ത്രങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. മൊർദെഖായി താൻ കൊടുത്തുവിട്ട വസ്ത്രങ്ങൾ സ്വീകരിക്കാത്തത് എസ്തേറിനെ ദുഃഖിതയാക്കുന്നു. എന്തുകൊണ്ടാണ് താൻ കൊടുത്തയച്ച വസ്ത്രങ്ങൾ മൊർദെഖായി സ്വീകരിക്കാതിരുന്നത് എന്നാരായാൻ എസ്തേർ തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്ന തൻ്റെ സേവന്മാരിൽ ഒരുവനായിരുന്ന രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ ഒരുവനായിരുന്ന ഹഥാക്ക് എന്ന വ്യക്തിയെ മൊർദെഖായിയുടെ അടുത്തേക്ക് അയക്കുന്നതാണ് നാം വായിച്ചു കേട്ട രംഗം. എസ്തേർ തൻ്റെ അടുത്തേക്ക് അയച്ച ദൂതനോട് മൊർദെഖായി യഹൂദ കുലം മുഴുവൻ നേരിടാനിരിക്കുന്ന ആസന്നമായ ഒരു വിപത്തിനെക്കുറിച്ച് വിവരിക്കുകയാണ്. തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിൻ്റെ കണിശമായ സംഖ്യയും മൊർദെഖായി അവനോട് പറഞ്ഞു. അതായത് യഹൂദരുടെ രക്തത്തിൻ്റെ വില രാജഭണ്ഡാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. യഹൂദ സമൂഹത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഹാമാൻ എന്ന ശത്രു വളരെ പ്രബലനാണ്. രാജാവിൻ്റെ അടുത്ത് വലിയ സ്വാധീന ശക്തിയുള്ളയാളാണ്. അതിനാൽ തങ്ങളുടെ നാശം ആസന്നവും സുനിശ്ചിതവുമാണ് എന്ന് മൊർദെഖായി ദൂതൻ വഴി എസ്തേറിനെ അറിയിക്കുകയാണ്. മാത്രവുമല്ല, ഇക്കാര്യം എസ്തേറിന് വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടി മൊർദെഖായി ഈ രാജശാസനത്തിൻ്റെ അഥവാ യഹൂദരുടെ കൂട്ടക്കൊല നടത്താൻ വേണ്ടി ഹാമാൻ രാജാവിനെ സ്വാധീനിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന രാജശാസനത്തിൻ്റെ പകർപ്പ്, സൂസായിലെങ്ങും വിളംബരം ചെയ്യപ്പെട്ട രാജശാസനത്തിൻ്റെ പകർപ്പ് എസ്തേറിന് കൊടുത്തയക്കുകയും ചെയ്യുന്നു. ആ രംഗം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. 4-ാം അധ്യായത്തിൻ്റെ 8-9 തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് മൊർദെഖായി അവനെ ഏൽപ്പിച്ചു. ഞാൻ നിന്നെ പരിപാലിച്ച നിൻ്റെ എളിയ ദിനങ്ങളെ ഓർക്കുക. രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു.
കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഹദാക്ക് ചെന്ന് മൊർദെഖായി പറഞ്ഞത് എസ്തേറിനെ ധരിപ്പിച്ചു. അന്തഃപുരത്തിൽ കഴിയുന്ന എസ്തേർ രാജ്ഞി യഹൂദരുടെ കൂട്ടക്കൊലയ്ക്കായി പുറപ്പെടുവിക്കപ്പെട്ട രാജശാസനം വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു പകർപ്പ് ദൂതൻ കൈവശം മൊർദെഖായി കൊടുത്തയക്കുകയാണ്. മൊർദെഖായിയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, തങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് തങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഇന്ന് പേർഷ്യയുടെ രാജ്ഞി പദത്തിലാണെങ്കിലും ഒരു അനാഥയായിരുന്ന എസ്തേറിൻ്റെ ഇന്നലകളെ മറക്കരുത് എന്ന് മൊർദെഖായി അവളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ ജനത്തിനു വേണ്ടി നീ രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് മാധ്യസ്ഥ്യം വഹിക്കണമെന്ന്, രാജാവിനോട് തൻ്റെ ജനത്തിനു വേണ്ടി ശുപാർശ ചെയ്യണമെന്ന് മൊർദെഖായി എസ്തേറിനെ ദൂതൻ വശം പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് മറുപടിയായി എസ്തേർ മൊർദെഖായിക്ക് അയക്കുന്ന സന്ദേശമാണ് തുടർന്ന് വരുന്ന ഭാഗത്തുള്ളത്. 4-ാം അധ്യായത്തിൻ്റെ 10, 11, 12 തിരുവചനങ്ങൾ നമുക്കതൊന്ന് വായിക്കാം. അപ്പോൾ അവൾ ഹദാക്ക് വഴി ഒരു സന്ദേശം മൊർദെഖായെ അറിയിച്ചു. എല്ലാ രാജസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം, വിളിക്കപ്പെടാതെ ആരെങ്കിലും, ആണായാലും പെണ്ണായാലും, അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേയുള്ളൂ, രാജാവ് തൻ്റെ സ്വർണ്ണച്ചെങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം. 30 ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. എസ്തേർ പറഞ്ഞത് അവർ മൊർദെഖായെ അറിയിച്ചു. മൊർദെഖായിയുടെ നിർദ്ദേശം ദൂതനിലൂടെ ലഭിച്ച എസ്തേർ വളരെ ഭയചകിതയാവുകയാണ്. കാരണം അവളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു കാര്യം ചെയ്യാനായിട്ടാണ് മൊർദെഖായി ആവശ്യപ്പെടുന്നത്. വിളിക്കപ്പെടാതെ, രാജാവ് വിളിക്കാതെ ആരെങ്കിലും, അതൊരു ആണായാലും പെണ്ണായാലും, രാജാവിൻ്റെ അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ ഒരു നിയമം മാത്രമേ ഉള്ളൂ. എന്താണത്? രാജാവ് അവരിൽ സംപ്രീതനായി തൻ്റെ സ്വർണ്ണച്ചെങ്കോൽ അവർക്ക് നേരെ നീട്ടിയാൽ അവർ ജീവിക്കും, ഇല്ലെങ്കിൽ അവർ വധിക്കപ്പെടും. അതായത് എസ്തേർ എന്ന രാജ്ഞി രാജസന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ ആ നിമിഷം കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ നിയമം വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നാം. എന്തുകൊണ്ടാണ് രാജസന്നിധിയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ രാജാവ് തൻ്റെ സ്വർണ്ണച്ചെങ്കോൽ നീട്ടിയാൽ മാത്രമാണ് അവർ കൊല്ലപ്പെടാതിരിക്കുകയുള്ളൂ എന്ന വിചിത്രമായ നിയമത്തിൻ്റെ അടിസ്ഥാനം? ഇതിന് കാരണം ശത്രുക്കളുടെ ഇടപെടലുകളോ രാജാവിനെ വധിക്കാനുള്ള ശ്രമങ്ങളോ ഗൂഢാലോചനകളോ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിൽ വളരെ സാധാരണമായിരുന്നു. മാത്രമല്ല, നമുക്കറിയാം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് തൻ്റെ ജനം മുഴുവൻ, സൂസായിലെ ജനം മുഴുവൻ ഇളകി വശാവുന്നതിനെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജാവിൻ്റെ ജീവന് ഭീഷണിയാകാൻ സാധ്യതയുള്ളതുകൊണ്ട്
രാജസന്നിധിയിലേക്ക് ആരും കടന്നു വരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കാം. മാത്രവുമല്ല, യഹൂദരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യാനുള്ള തൻ്റെ പദ്ധതി സുഗമമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഹാമാൻ പേർഷ്യൻ രാജാവായ അഹസ്വേരുസിനെ ഇത്തരത്തിലൊരു സാഹചര്യമുണ്ട്, തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, രാജാവിൻ്റെ ജീവൻ ഏത് സമയവും ഏത് നിമിഷവും അപഹരിക്കപ്പെടാം എന്ന് രാജാവിനെ ധരിപ്പിച്ച് എടുത്തിരിക്കുന്ന ഒരു മുൻകരുതലുമാകാം ഇത്. മാത്രവുമല്ല, രാജാവിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം രാജ്ഞിയെപ്പോലും ഏതാണ്ട് 1 മാസക്കാലമായിട്ട് കാണാതിരിക്കുന്നത്. അപ്പോൾ എസ്തേർ മൊർദെഖായിയെ അറിയിക്കുന്ന കാര്യം ഇതാണ്: യഹൂദരുടെ കാര്യവും പറഞ്ഞ് രാജസന്നിധിയിലേക്ക്, രാജാങ്കണത്തിലേക്ക് കടന്നു ചെന്നാൽ തന്നെ കാത്തിരിക്കുന്നത് മരണമാകാനാണ് സാധ്യത. ഈ സന്ദേശം ലഭിക്കുമ്പോൾ മൊർദെഖായി ദൂതൻ വശം എസ്തേറിന് നൽകുന്ന മറുപടി എന്താണ് എന്ന് നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 13-14 തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ മൊർദെഖായി എസ്തേറിന് മറുപടി കൊടുത്തു: നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിൻ്റെ പിതൃഭവനവും നശിക്കും. ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം. വളരെ വ്യക്തമാണ് മൊർദെഖായിയുടെ സന്ദേശം. എസ്തേർ വളരെയധികം ഭയപ്പെട്ടിരിക്കുകയാണ് എന്ന് മൊർദെഖായിക്ക് മനസ്സിലായി. അവളെ കർമ്മധീരയാക്കാനും അവൾക്ക് ധൈര്യം പകരാനുമായി അവളുടെ യഹൂദത്വം എന്ന സ്വത്വത്തെ മൊർദെഖായി ഓർമ്മിപ്പിക്കുകയാണ്. നീ യഹൂദയാണ്, നിൻ്റെ കുടുംബം ഒരു യഹൂദ കുടുംബമാണ്. യഹൂദർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന ഒരു സമയം ഒരു യഹൂദയായ നിൻ്റെ എസ്തേറിൻ്റെ സമയവും കുറിക്കപ്പെടും. അവളുടെ യഹൂദ പശ്ചാത്തലം വെളിവാകുന്ന അതേ നിമിഷം അവളും ദാരുണമായി കൊല്ലപ്പെടും. അതുകൊണ്ട് തൻ്റെ ജീവൻ രക്ഷിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. സ്വന്തം ജീവനെ കരുതി യഹൂദ ജനതയുടെ ജീവന് വേണ്ടി നിലപാടെടുത്തില്ലെങ്കിൽ അത് എസ്തേർ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും എന്ന് മൊർദെഖായി അവളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭീരുത്വത്തിനും സ്വാർത്ഥതയ്ക്കും ഇപ്പോൾ സ്ഥാനമില്ല. കാരണം എസ്തേർ ഭയന്ന് പിന്മാറിയാൽ യഹൂദർക്കുള്ള ആശ്വാസം മറ്റൊരിടത്തു നിന്ന് വരും. ഇവിടെ സൂചിപ്പിക്കുന്ന വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നീ യഹൂദർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നില്ലെങ്കിലും യഹൂദർക്കുള്ള രക്ഷ മറ്റൊരിടത്തു നിന്ന് വരും. മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. എന്താണ് ഈ മറ്റൊരിടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റൊരിടം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവമായ കർത്താവിൻ്റെ സംരക്ഷണമാണ്. എന്നാൽ യഹൂദരുടെ രക്ഷയ്ക്കായി ഒരു ഉപകരണമായി തീരാനുള്ള നിയോഗം പേർഷ്യൻ രാജ്ഞി പദത്തിൽ ദൈവം എസ്തേറിന് നൽകുകയാണ്. അതുകൊണ്ട് അവൾ ആ ഉപകരണമായി തീരണം എന്ന് മൊർദെഖായി ഓർമ്മിപ്പിക്കുന്നു. ജനത്തിനുള്ള ആശ്വാസവും രക്ഷയും മറ്റൊരിടത്തു നിന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമം അവിടെ ഉപയോഗിക്കാതിരിക്കാൻ മൊർദെഖായി ശ്രമിക്കുന്നുണ്ട്. ദൈവനാമം ഉപയോഗിക്കാതിരിക്കുന്നത് എസ്തേറിൻ്റെ സുരക്ഷയെ കരുതിയാണ്. കാരണം ദൈവനാമം ഉച്ചരിച്ചാൽ എസ്തേർ യഹൂദയാണ് എന്ന കാര്യം വ്യക്തമായി ദൂതനും അതുവഴി രാജകൊട്ടാരത്തിലുള്ള മുഴുവൻ പേർക്കും മനസ്സിലാവും. ദൂതൻ വഴി നൽകുന്ന സന്ദേശത്തിൽ
ദൈവമായ കർത്താവിൻ്റെ പേര് ഉപയോഗിക്കുകയും സന്ദേശം ചോർന്നു പോവുകയും ചെയ്താൽ എസ്തേറിൻ്റെ യഹൂദ ഐഡൻറ്റിറ്റി വെളിപ്പെടുകയും അവൾ കൊല്ലപ്പെടുകയും ചെയ്യാം. അതുകൊണ്ടാണ് മൊർദെഖായി ഇത്തരത്തിലൊരു മുൻകരുതൽ എടുക്കുന്നത്. ഈ സമയം മൊർദെഖായി എസ്തേറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. നീയും നിൻ്റെ പിതൃഭവനവും നശിക്കും. ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം. മൊർദെഖായിയുടെ ഈ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. സഭയും സഭാതനയരും സമാനതകളില്ലാത്ത ഭീഷണികൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സഭാതനയർ മൗനം അവലംബിക്കുകയും പ്രതികരണങ്ങളും ഇടപെടലുകളും നടത്താതിരിക്കുകയും ചെയ്താൽ നാശം ആസന്നമാകും. പലപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. നീതിക്ക് വേണ്ടി നിലപാടെടുക്കേണ്ട സമയം, നന്മയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ട സമയത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയത്തിലോ മറ്റ് ഔദ്യോഗികമായ ഉന്നത സ്ഥാനങ്ങളിലോ ഉള്ളവർ അവർ വാ തുറക്കാതിരിക്കുകയും നീതിക്കും നന്മയ്ക്കും വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യാതിരുന്നാൽ ഒരുപക്ഷെ കുറച്ചു കാലത്തേക്ക് അവർക്ക് അവരുടെ ജീവനെ രക്ഷിക്കാൻ, അവരുടെ മറ്റ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. പക്ഷേ ആത്യന്തികമായി അവർക്കും നാശം സംഭവിക്കും. വായ് തുറക്കേണ്ടപ്പോൾ തുറക്കണം. സ്വന്തം ജനത്തിൻ്റെ നീതിക്കും നിലനിൽപ്പിനും വേണ്ടി നിലകൊള്ളുകയും നിലപാടെടുക്കുകയും വേണം എന്ന് എസ്തേറിൻ്റെ ഈ കഥയിലൂടെ ദൈവവചനം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിച്ചിട്ടാണെങ്കിൽ തന്നെയും നിലപാടുകൾ എടുക്കേണ്ടപ്പോൾ നാം എടുക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ സമൂലമായ നാശത്തിലേക്ക് നയിക്കും. അതിനുവേണ്ടിയാണ് ചരിത്ര നിയന്താവായ ദൈവം സഭാതനയരായ നമ്മിൽ പലരെയും പല ഉത്തരവാദിത്തങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകി ഉയർത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ജനം നീതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവർ വിവിധ തരങ്ങളിൽ പരീക്ഷിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ദൗത്യം എനിക്കുണ്ട് എന്ന് ഈ തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. മൊർദെഖായിയുടെ ഈ വാക്കുകൾക്ക് എസ്തേർ നൽകുന്ന മറുപടി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് 4-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ മൊർദെഖായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി. നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്തു പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. എസ്തേർ പറഞ്ഞതുപോലെ മൊർദെഖായി ചെയ്തു. മൊർദെഖായിയുടെ വാക്കുകളിലൂടെ എസ്തേർ തൻ്റെ ദൗത്യം മനസ്സിലാക്കുകയാണ്. അവൾ ആത്മീയമായി ഉണരുന്നു. തൻ്റെ മരണം സംഭവിച്ചാലും ജനത്തിനു വേണ്ടി ഇടപെടും എന്ന് നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞ യൂദിത്തിൻ്റെ പുസ്തകത്തിലെ യൂദിത്തിനെ പോലെ അവൾ തീർച്ചയാക്കുകയാണ്. എസ്തേർ ഈ സമയം ഇതാ ഭയം വെടിഞ്ഞ് വിശ്വാസത്തിൻ്റെ ധീര നായികയായി രൂപാന്തരപ്പെടുകയാണ്. തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് പ്രാർത്ഥനയുടെ പിൻബലം ആവശ്യമാണ് എന്നവൾ തിരിച്ചറിയുന്നു. പ്രാർത്ഥനയും ഉപവാസവും വഴി അവൾ കരുത്തു നേടുന്നു.
ജനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും എസ്തേർ ഉറപ്പുവരുത്തുകയാണ്. പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് മാത്രമാണ് തനിക്ക് ഈ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കുക എന്ന ബോധ്യം എസ്തേറിനുണ്ട്. അതിനിടയിൽ എസ്തേർ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന എസ്തേറിൻ്റെ വാക്കുകളെ വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. മരണം മുന്നിൽ കണ്ട് ആത്മനൊമ്പരത്തോടെ പറയുന്ന വാക്കുകളാണിവ എന്നും, നിശ്ചയദാർഢ്യത്തോടും വിശ്വാസത്തോടെയുമുള്ള ആത്മത്യാഗത്തിൻ്റെ വാക്കുകളാണ് ഇവ എന്നും, ദൈവഹിതത്തിന് നിരുപാധികം കീഴടങ്ങിയവരുടെ ആത്മസമർപ്പണത്തിൻ്റെ വാക്കുകളാണ് ഇവ എന്നും വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. മരണത്തിൻ്റെ നിഴൽ വീണ വഴിയിലൂടെയാണ് അവൾ രാജസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ജനത്തിനു വേണ്ടി മരിക്കാൻ അവൾ തയ്യാറാവുകയാണ്. ഇവിടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ ഓർക്കാം. അവരിലൊരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യാഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതാ ജനത്തിനു വേണ്ടി മുഴുവൻ ജനത്തിനു വേണ്ടി മരിക്കാൻ എസ്തേർ സന്നദ്ധയാവുകയാണ്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കണ്ടെത്താം.